എബിരിയെ പത്രം കൊണ്ട് ഈ ചെറുപ്പക്കാരനായത് കാരണം പത്രം കൊണ്ട് നാട്ടുപുറത്ത് ഇറങ്ങിയ നാട്ടുകാരെ കൂട്ടുകാരെ പറയുന്നതായിട്ടുണ്ട് അവനത് ചെയ്തില്ല. അപ്പോൾ നമ്മുടെ വിഷയം നമ്മൾ എത്ര ട്രഡീഷനാണെന്ന് പറഞ്ഞാലും എത്ര വിശുദ്ധരാണെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ മനസ്സ് അവർ ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഉള്ള പേയ്മെൻ്റ് എല്ലാം കർത്താവ് നേരിട്ട് നടത്തുന്ന വിഷയങ്ങളായതുകൊണ്ട് അതെല്ലാം വിശ്വാസ കൈമാറ്റത്തിലാണ്. വിശ്വാസ കൈമാറ്റത്തിൽ ചിലപ്പോൾ തന്തക്കുടി വെക്കും, ദിവസം പറയും ആൾക്കാർ കളിയാക്കും, ആക്ഷേപിക്കും, മുറിവ് പറ്റും, കുറേ തരത്തിൽ കുറേ പ്രശ്നം ഉണ്ടാവും. ഈ പ്രശ്നം കന്നേ കാലം കാറി കൂടി നാട്ടുകാർ വിളിച്ച് ഏൽപ്പിച്ചാൽ അതിന് മാർക്കുള്ള മാർക്ക് പോകുകയും ചെയ്യും. അത് ഹൃദയത്തെ സംഗ്രഹിക്കാനേ പറ്റത്തുള്ളൂ. ആദ്യമേ ജീവിതം വളരെ തന്ത്രപരമായിട്ട് ജീവിക്കേണ്ട ജീവിതമാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഇവൻ അത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു ഇത് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തോളാം, അടുത്ത പ്രാവശ്യം ഞാൻ തന്നെ പോയി ഭയങ്കര പാടുന്ന പരിപാടി എന്നെ സംബന്ധിച്ചോ ഇത് ഞാൻ തന്നെ കൊടുത്തേക്കാന്ന് പറഞ്ഞു. കൊടുത്തേക്കാന്ന് പറഞ്ഞ് അവർ ഇവിടെ വന്ന് അച്ഛനെ കാണുമ്പോഴാണ് ഇവർ ഞാൻ ഈ കുരിശ് കൊടുക്കുന്നത്. അപ്പോൾ 10 ലക്ഷം പരീക്ഷ പ്രാർത്ഥന കുറിച്ചാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പരീക്ഷക്കാർ കൊടുക്കുമ്പോൾ പറഞ്ഞു കൊടുത്തുള്ളൂ മക്കളെ 2 ലക്ഷം പേര് പ്രാർത്ഥന കുറിച്ചാണ് നമുക്ക് തരുന്നത്. മക്കൾക്ക് ഇതിൻ്റെ 0 ഇൻവെസ്റ്റ്മെൻറ്റ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം അവരെല്ലാം 16 വയസ്സ് 17 വയസ്സ് അവർക്ക് വലിയ അറിവൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും മക്കൾ ഈശോയുടെ വിശ്വാസപ്രമാണം ചെയ്യണം, ഈശോനെ കൈ തരുന്നതാണ്, നിങ്ങൾക്ക് പറ്റാത്ത 2 കാര്യം ഈശോട് പറയണമെന്നൊക്കെ പറയും. നിങ്ങളോട് മുതിർന്നോട് ഞാൻ പറയത്തില്ല, പിള്ളേരോടൊക്കെ പറയത്തുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുന്നത് അതിൻ്റെ അർത്ഥം ഇതാണ്, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയുന്നതൊക്കെ പിള്ളേരോട് പറയും. കാര്യം എന്താണ് അവർക്ക് നിങ്ങളോട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ കാര്യം മനസ്സിലാക്കി അവർ ചെയ്തോളൂ ഭംഗിയായിട്ട്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞ് ആ കുരിശ് കിട്ടിയ രാത്രി പെട്ടെന്ന് UAE നിന്ന് വിളിച്ചു. അതാണ് തടസ്സം മാറെന്ന് പറയുന്നത്. ഇവൻ ഒരു തീരുമാനം എന്താണ് വിശ്വാസം കൈമാറാൻ തീരുമാനിച്ചു. അതാണ് പിഴവായിരുന്നു. ആ തീരുമാനം ഞാൻ തന്നെ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് അത് കറക്റ്റ് ചെയ്ത് അപ്പോൾ ഞാൻ കുറിച്ച് കൈ കൊടുത്തപ്പോൾ ഈശോയുടെ കൈ കിട്ടിയ പോലെയായി. അവൻ അന്ന് രാത്രി അത് വിതിൻ നോ ടൈമാണ്. അതായത് നമ്മളെപ്പോഴും മക്കളെ വിശ്വസിക്കും. അങ്ങനെ കാലവിളംബം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നയപരിപാടിയുടെ ഭാഗമല്ല. കാലവിളംബം ഉണ്ടാക്കണം നമ്മളാണ്. പത്രോസ് 3:9 കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. പ്രഖ്യാപിത നിലപാടാണ് കർത്താവിന്റെ. എന്താണ് കാലവിളംബം വരുത്തുന്നത് പോലെ കർത്താവാണ് കാലവിളംബം വരുത്തുന്നതാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് പറയുന്നത്. കർത്താവാണ് കാലവിളംബം വരുത്തുന്നത്, താമസിപ്പിക്കുന്നത് നമ്മൾ ധരിച്ചിരിക്കുന്നത് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് നിങ്ങളുടെ ധാരണ തെറ്റാണ്. ദൈവത്തിന്റെ പ്രഖ്യാപിത നയപരിപാടികളിൽ കാലവിളംബം ഇല്ല, അങ്ങനെ സംഭവം ഇല്ല. പിന്നെ എന്താ കർത്താവ് തന്നെ വാഗ്ദാനം പാലിക്കുന്നതിൽ കാലവിളംബം വരുത്തുന്നില്ല. പിന്നെ ആരാണ് കാലവിളംബം വരുത്തുന്നത്? നമ്മൾ ആ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടിയുള്ള പ്രീ റിക്വസ്റ്റ് ഉണ്ട്. കർത്താവ് വാഗ്ദാനം പാലിക്കണമെങ്കിൽ നമ്മളോട് പറഞ്ഞുള്ള പ്രീ റിക്വസ്റ്റ് ഉണ്ട്. എന്താണ് മുൻ ആവശ്യം? കാലവിളംബം കർത്താവ് വരുത്താതിരിക്കാനുള്ള ടെക്നോളജി എന്താണ്? അതിന്റെ തന്ത്രം എന്താണ്? അതിന്റെ പ്രീ റിക്വസ്റ്റ് ഉണ്ട്. അതെന്താണ് മുൻ ആവശ്യം? എന്താണ്? അനുതാപം. അതാണ് പറയുന്നത്. കേട്ടില്ല നിങ്ങൾ എന്ന് വെച്ചാൽ ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. പോളിഷ് ലാംഗ്വേജ് ആണ്. നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. പച്ചക്ക് പറഞ്ഞാൽ എൻ്റെ പൊന്നുമോനെ അനുദപിക്കാതെ കാലാണ് കിട്ടത്തില്ലെന്ന് പറയുന്നത്. മനസ്സിലായില്ല? നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കണമെന്ന്. ദീർഘക്ഷമ അപ്പോൾ നീണ്ടു പോകുന്നില്ല പറഞ്ഞ അർത്ഥം. അനുദപിക്കാതിരുന്നാൽ ഇപ്പോഴുള്ള അഭ്യാസമായിട്ട് മുന്നോട്ട് പോയാൽ അനുഗ്രഹം പ്രാപിക്കത്തില്ലെന്ന് പച്ചക്ക് പറയുന്നത്. ബൈബിളിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ബൈബിൾ ഇങ്ങനെ സുഖിപ്പിച്ച് പറയത്തുള്ളൂ. പക്ഷേ വെടിമരുന്ന് പറയുന്നത് നിങ്ങൾ കാലവിളംബം കാണിക്കുന്ന ദൈവത്തിൻ്റെ പ്രഖ്യാപിത നടപടിക്രമമല്ല. എത്രയും വേഗം നിങ്ങൾ രക്ഷിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ നിലപാട്. അപ്പോൾ ആ ദൈവത്തിൻ്റെ നിലപാട് രക്ഷിക്കുക എന്നുള്ളതാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അനുഗ്രഹം താമസിക്കുന്നത്? അത് നിങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ടാണ് പറയുന്നത്. അനുതാപം നിങ്ങളുടെ വിഷയമാണ്. ദൈവത്തിൻ്റെ ദൈവം എല്ലാവരും അനുദപിക്കുന്നത്, നമ്മളെ അനുദപിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, കർത്താവ് നമ്മുടെ വിഷയത്തിൻ്റെ കാലവിളംബം വീട് കിട്ടണില്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സാക്ഷിയുണ്ടായി. നന്ദനയുടെ സാക്ഷിയാണ്. നന്ദനയുടെ സാക്ഷി എന്നുള്ളത് അതിനെ ഒരു പാലായിൽ നിന്ന് നന്ദനയും നന്ദൻ്റെ അമ്മയും അപ്പനും ആങ്ങളെയും കൂടിയാണ് ഇത് ഈ സ്റ്റേജൊക്കെ ഇരിക്കുന്നത്, കുടുംബത്തോടെ കയറിയിരിക്കുന്നത്. അതിനകത്തൊരു വിഷയം അങ്ങനെ കയറാൻ കാരണം നന്ദനയുടെ കുറേ വിഷയങ്ങളുണ്ട്. അത് നമ്മുടെ സാക്ഷി നല്ല പൊട്ടിപ്പൂരൻ സാക്ഷിയാണ്. കാരണം നന്ദന വളരെ അറിവ് ഉള്ള ആളാണ്. ദൈവമായി ഒരു ജൂലൈയിൽ ഉടമ്പെടുത്ത ആളാണ്. ജൂലൈയിൽ ഉടമ്പെടുത്ത ആൾ ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 5 ജനുവരി 6 മാസത്തിനുള്ളിൽ കുടുംബം പോയ പോക്കെന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന പോക്കാണ് പോയത്. അതായത് ഇവർക്കാണെങ്കിൽ കേറ്റക്ക് 16 പേരാണ് കേറ്റക്ക് ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് എഴുതിയിരിക്കുന്നത്. അവൾ മാത്രം തോറ്റു. 1 അല്ല 2 അല്ല 3 അല്ല 3-ാം പ്രാവശ്യം തോറ്റു. അവിടെ കൂടെ എല്ലാവരും ജയിച്ചു. അവളിനി കേറ്റക്ക് ജയിച്ചാൽ മാത്രമേ ഇനി അവർക്കൊരു ജീവിതമുള്ളൂ. ഇനി വീടാണെങ്കിൽ അവർ പറയുന്നത് ഞങ്ങളുടെ വീട് സർക്കസ് കൂടാൻ പോലെയാണ്. എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ മഴയെ പേടിയാണ്. എന്താ കാര്യം? മഴ കാണാൻ സുഖം ഇഷ്ടമാണ് എനിക്ക്, പക്ഷേ മഴ ഞങ്ങളുടെ വീട്ടിൽ വന്ന് വീട് ഞാൻ നേരെ ഞങ്ങൾ തോറ്റുപത്ത് വീട് വന്ന മഴ. അപ്പോൾ അവിടെ സങ്കടം കണ്ടില്ലേ? വീട്ടിലെന്നായി പറയണത് നന്നായിട്ട് പറയുന്നുണ്ടല്ലോ, വീട്ടിലെന്നാ പറയണത്. അപ്പോൾ വീടുമില്ല, ആകപ്പാടെ ആശ്രയിക്കാനുള്ളത് ഇവളാണ്. ഇവിടെ ഒക്കെയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ വളരെ താഴെ കിടക്കുന്ന കുടുംബമാണ് ശരിക്കും. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടൊക്കെ താഴ്ന്ന സ്ഥലത്തും കൂടിയാണ്. അപ്പോൾ എല്ലാം കൊണ്ട് ഒരു ശോകക്കാഴ്ചയാണ് ശരിക്കും. ശോകം എന്ന് പറയത്തില്ല, ശോകക്കാഴ്ച. ഈ ശോകം അമ്മ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യണമെന്ന് നമ്മൾ നെട്ടിപ്പോകും. അതായത് എന്താ പറയുന്നത്, ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് മനസ്സിലായി. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് കാര്യം മനസ്സിലായി. എന്താണ് ഉടമ്പടി? അച്ഛൻ്റെ ധ്യാനം ഞാൻ ശരിക്കും കേൾക്കും. അവൻ പറയുന്ന പോലെ ചെയ്യുന്നതാണ് ഉടമ്പടി എന്ന്. അപ്പം അതാ വിഷയം. അവൻ പറയുന്ന പോലെ ചെയ്യുന്നതാണ് ഉടമ്പടി. അപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായി. അത്രയും അവർക്ക് മനസ്സിലായില്ല. പക്ഷേ ആ അറിവല്ല വിഷയം, അറിവിൻ്റെ എക്സിക്യൂഷൻ വിഷയമാണ്. എന്താ കാര്യം? അത് കഴിയുമ്പോൾ അവൻ പറയുന്ന ഒരു കാര്യമാണ് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ കുർബാന ചെയ്യാൻ പറ്റില്ലായാലും ഞങ്ങളുടെ അമ്മയും മക്കളും എല്ലാം കൂടി ഒരുങ്ങി പള്ളി പോകും ഞായറാഴ്ച. അതാണ് വിഷയം. അപ്പോൾ വിഷയം മാറി, സാക്ഷ്യമായി. വിശ്വസിക്കുന്ന കാര്യങ്ങൾ സാക്ഷ്യത്തിലേക്ക് പോവുകയാണ്. എന്ന് പറയും കുർബാന ഈശോ
പരപിതാവ് ഈശോയെ നമുക്ക് തന്നു. നമ്മുടെ പാപത്തിന് പരിഹാരമായി ആ ഈശോയുടെ ശരീരം കൊണ്ട് വാഴ്ത്തപ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഈശോ വഴി നമുക്ക് ലഭിക്കുകയും ചെയ്യുന്ന കുദാശ എന്ന് ഇവിടെ പറയണം. അപ്പോൾ 5 മാസം ആയാലും ഉടമ്പടിക്ക് വന്നിട്ട് വിശ്വാസത്തെക്കുറിച്ച് എന്തോ അറിവാണ്. അതിൻ്റെ താഴെയുള്ള കമൻറ്റ് വായിക്കണം. എൻ്റെ മകളെ, നിൻ്റെ വായിൽ നിങ്ങൾ തങ്കപ്പെട്ട വർത്താനം വരണല്ല, ഞങ്ങൾക്ക് ഇത്ര കാലം കൊണ്ടാണ് പഠിച്ചത്, നീ പെട്ടെന്ന് പഠിച്ചില്ലെന്ന്. അതാണ് അറിവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്, അറിവിൻ്റെ ആധ്യാത്മികതയാണ്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അറിവ് കിട്ടണം, ബോധ്യം കിട്ടുമ്പോൾ ആ ബോധ്യമാണ് ജനങ്ങളിലേക്ക് കൊടുക്കും. ഈ പത്രം കൊടുക്കുമ്പോൾ പോകുമ്പോൾ പത്രത്തിന് കൂടെ പ്രത്യക്ഷീണ പ്രാർത്ഥന കൊടുക്കും, പിന്നെ പത്രം ആൾക്കാർക്ക് അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം പറഞ്ഞ് അപ്പോൾ അവൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവസ്നേഹത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തെ സ്നേഹത്തെ ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നിങ്ങൾക്ക് ഡേറ്റ് നമ്മൾ ഡേറ്റ് പ്രാർത്ഥിക്കുന്ന പറയത്തില്ലേ, അപ്പോൾ ഡേറ്റ് നമുക്ക് ദൈവം തരും. എടിമാളെ ഇന്ന ഡേറ്റ് നിന്നെ സഹായിക്കാൻ സാധ്യതയുണ്ട്, നീ അത് പ്രാർത്ഥനയിൽ കൊടുക്കാൻ പറയും. അപ്പോൾ അവൾ പറയും, അമ്മേ ഇപ്പോൾ ഇങ്ങനെ ഒരു വചനമുണ്ട്, എന്നെ സ്നേഹിക്കുന്നവർ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 14:21 എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും, ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. അതാണ് വിഷയം. ദൈവത്തിന് നമ്മൾ ദൈവത്തെ സ്നേഹിക്കണമെന്ന് ദൈവത്തിന് തോന്നണം. ഈ നന്ദയുടെ കാര്യത്തിൽ 2 പ്രാവശ്യം തോന്നും. അതാണ് വിഷയം. 2 പ്രാവശ്യം തോന്നിയതിന് അവിടെ കഴിയാൻ ആ ടൈപ്പാണ്. കത്താർ തോന്നി ആത്മാർത്ഥമായിട്ട് അവരെന്നെ സ്നേഹിക്കുന്നവരെ തോന്നിയാൽ എന്താ പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവർ ഞാൻ എന്നെ തന്നെ. അതാണ് ഡേറ്റ് വരുന്നത്. അപ്പം എന്നോട് പറഞ്ഞു, നീ അമ്മയുടെ ബർത്ത്ഡേക്ക് അനുഗ്രഹം ചോദിക്കൂ, നിനക്ക് ഞാൻ അനുഗ്രഹം ബർത്ത്ഡേക്ക് വെച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അതുപോലെ ദൈവം ചോദിക്കുന്നത് അമ്മയുടെ ബർത്ത്ഡേ ആണല്ലോ December 8, അപ്പോൾ എനിക്ക് സന്തോഷത്തോടെ അമ്മയുടെ ബർത്ത്ഡേക്ക് പങ്കെടുക്കാൻ വേണ്ടി എൻ്റെ ലൈഫിനെ എന്നെ സഹായിക്കാമെന്ന് പറയും. അതുപോലെ തന്നെ December 8 മുമ്പ് തന്നെ 6-ാം തീയതി ആകുമ്പോൾ തന്നെ ഇവർക്ക് റിസൾട്ട് വരും, അവൾ പാസ്സാകും. അപ്പോൾ എന്താ പ്രശ്നം, അതായത് എൻ്റെ മക്കളെ ഒരു സാധനത്തിനും പഞ്ഞമില്ല. ഈസ് ചെയ്യുന്ന ഒരു വിഷയത്തിലാണ് നമ്മുടെ വിഷയം. നമ്മൾ കറക്റ്റായിരിക്കണം. ദൈവത്തിന് തോന്നണം നമ്മൾ ദൈവത്തിൻ്റെ ആളാണെന്ന് തോന്നണം. അല്ല സായിപ്പിനെ കാണുമ്പോൾ കവാത്ത മറന്നാൽ ദൈവം കൈകാര്യം തല്ലി പിടിക്കും. ഒരു സംശയമില്ല. എന്തിനാണ് ഈ പേപ്പട്ടി ഈ വിഷം കെട്ടാൻ വേണ്ടി എൻ്റെ ഉപയോഗം അഭ്യാസം കാണിക്കുന്നത്, പറ്റി പേപ്പറിൽ പറ്റി പൊളിയുന്നത്. അങ്ങനെ അഭ്യാസം കാണിക്കുന്നത് നിങ്ങൾ കസിന് കൈകൊണ്ട് പറഞ്ഞാൽ പത്രം കൊടുത്തില്ല. എന്നാൽ കസിൻ എൻ്റെ കൂടെ പള്ളി വരുന്നുണ്ട്, അവിടെ തോന്നി പറയും, അവർ പത്രം പിന്നെ കൊടുക്കാം. അപ്പോൾ കസിനെ കണ്ടപ്പോൾ സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത പറഞ്ഞില്ലേ, നീ പിടികൊടുത്തില്ല ദൈവത്തിന്. നിന്റെ എല്ലാ ഫ്രോഡ് പരിപാടി ദൈവത്തിന് മനസ്സിലായില്ലേ? ദൈവത്തോടുള്ള അടുപ്പ് സ്നേഹം ഒരു കസിനെ കൂടെ കളയാവുന്നേ ഉണ്ടെങ്കിൽ പിന്നെ നീ എന്താണ് തമ്മിൽ കെട്ടി ക്രിസ്ത്യാനികൾ നടക്കുന്നത്? ഇറങ്ങി പൊടി പറയുന്നു. കാര്യം എന്താ, നിന്നേക്കാൾ വിശ്വാസമുള്ളവർ നിന്റെ പുറകെ വരുന്നുണ്ട്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പാരമ്പര്യ വിശ്വാസികൾ എപ്പോഴും ഒരു അപകട മേഖലയിലാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ഇന്ന് വരെ ദൈവത്തിന് ഒരു പ്രയോജനമില്ല. 10 വയസ്സാർക്കും ദൈവത്തിന് വേണ്ടി ഒരു വിശ്വാസം കൈമാറിയിട്ടില്ല, ആരുടെ വിശ്വാസം കൈമാറിയിട്ടില്ല, ആരുടെ ക്രിസ്ത്യനെ പറ്റി പറഞ്ഞിട്ടില്ല. ക്രിസ്ത്യാനി എന്ന് പറയുന്ന സ്റ്റാറ്റസ് ആയിട്ട് അങ്ങനെ ചമഞ്ഞ് നടക്കണമെന്നല്ലാതെ കാക്കാസിൻ്റെ ഗുണം ഈ വ്യക്തിയെ കൊണ്ട് ദൈവത്തിന് ഉണ്ടായിട്ടില്ല. ഒരു അവിശ്വാസികൾ പോലും നീ വിശ്വാസത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് നീ ദാരിദ്ര്യ താഴെ കിടക്കണം. ശരിക്കും BPL എന്ന് പറഞ്ഞാൽ ആരാണ്? നീയാണ് BPL. യഥാർത്ഥത്തിൽ ആധ്യാത്മിക മേഖലയിലെ BPL ആണ് നീ. എന്താ കാര്യം? ബിലോ പാവട്ടിലായി, കർത്താവിനെ കൈമാറിയിട്ടില്ല. വിശ്വാസം കിട്ടിയിട്ട് 10-40 വർഷങ്ങളാണെങ്കിൽ നീ ഇവിടെ ജീവിതം പട്ടി ജീവിതം കണക്കാം. 40 വർഷത്തിൽ മരിക്കുന്ന ആളാണ് പട്ടി. നീ മരി പട്ടിയും കർത്താവിനെ കൈമാറില്ല, നീ കൈമാറില്ല. പട്ടിക്ക് കർത്താവിനെ കിട്ടാൻ കൈമാറാൻ പട്ടിക്ക് പറഞ്ഞിരിക്കാൻ പറ്റും. നീ കർത്താവിനെ കിട്ടിയിട്ട് കൈമാറില്ല. ഇത് ഒറ്റ നടക്ക് പോകത്തില്ല മോളെ. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, വിശ്വാസം കൈമാറുന്നതിനായി എനിക്ക് അവസരങ്ങളെ അപ്പോസ്തലിക ധീരതയോടെ കൈമാറാൻ എന്നെ സഹായിക്കണമേ. വളരെ സത്യസന്ധതയുള്ള കുടുംബമാണ് ഈ ദൈവദർശനത്തിൽ. സത്യസന്ധത ഉണ്ടെങ്കിൽ ഈ മിന്നലെ പോലെയാണ് അനുഗ്രഹം വരുന്നത്. അന്ന് രാത്രി ഒരു ദിവസം ഈ നന്ദനയുടെ അമ്മ പെര അടിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ പകല് പെര അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പെട്ടെന്ന് അവർക്ക് നന്ദന അമ്മയ്ക്ക് അവർക്കൊരു സങ്കടം വന്നു. അവിടെ ദീർഘനിശ്വാസമാണ്. ഇപ്പോൾ ദീർഘനിശ്വാസമാണെങ്കിലേ ദൈവത്തോടുള്ള അടുപ്പോ സ്നേഹം കൊണ്ട് ദൈവം അനുഗ്രഹിക്കാൻ പോകുമ്പോൾ അനുഗ്രഹത്തിൻ്റെ ഒരു സങ്കടം വരും നമുക്ക്. അനുഗ്രഹം ദൈവത്തിന് വരാൻ പോകണമെങ്കിലും നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് സങ്കടമായിട്ടായിരിക്കും. അല്ലെങ്കിൽ സത്യങ്ങളൊക്കെ എൻ്റെ സങ്കടം എന്താ അറിയാമോ? അവളിങ്ങനെ അവളെന്ന് പറയുന്നത് ആ ചേച്ചി ഇങ്ങനെ മുറി തൂത്തോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദീർഘനിശ്വാസം വന്നത്. എന്താ കാര്യം? അവരുടെ ചേച്ചി അനിയത്തിമാർക്കെല്ലാം നല്ല വീടുകളുണ്ട്. അതാണ് സങ്കടം. അപ്പോൾ ഇവർക്ക് കിടപ്രായമായ മകളുണ്ടെങ്കിലും മകൾ പറഞ്ഞ പോലെ സർക്കസ് കൂടാതെ പോലുള്ള വീടാണ്, ചോദിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് ഇത്രയും വലിയ മക്കൾ ഉണ്ടായിട്ടും അവർക്കൊരു വീട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല എന്നുള്ള അമ്മയുടെ സങ്കടം എന്നുള്ളത് വല്ലാത്തൊരു സങ്കടമാണ്. അവർക്ക് മുറി തൂക്കാൻ പറ്റാതെ ഇങ്ങനെ പ്രതിമയെപ്പോലെ നിൽക്കുന്നത് സങ്കടപ്പെട്ട്. എന്താ പറയുന്നത്, ഒരു അമ്മയോട് അമ്മേ കൃപാസന മാതാവേ, അമ്മയെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് കൃപാസന മാതാവാ, അമ്മേ കൃപാസന മാതാവേ, എനിക്കൊരു വീട് എൻ്റെ ചേച്ചിക്കും അനിയത്തിമാർക്കും എല്ലാം നല്ല വീടില്ലേ. എന്നിട്ട് ഇവർ ചങ്കക്കളോട് വർത്താൻ പറയും, എനിക്ക് ഒരു വീട് തന്നാൽ. പിറ്റേ ദിവസം അമ്മ എന്നെ വിളിച്ചു, ഞാൻ വന്നോളാം, ഒരു ദിവസമെങ്കിലും ഈ മക്കളുടെ കൂടെ ആ വീട്ടിൽ കിടന്ന് വാങ്ങിയിട്ട് ഞാൻ അമ്മ വിളിക്കുന്ന സ്ഥലത്ത് വരാൻ. അത് പ്രാർത്ഥനയാണ്, വെച്ചാൽ ചങ്കക്കുള്ളൊരു പ്രാർത്ഥനയാണ്. എന്നിട്ട് ഇവർക്ക് പുളിയില്ല, ഇത് മുളകില്ല പറഞ്ഞിട്ട് ചന്തപ്പരിക്കുന്ന ചേട്ടനെ വിളിക്കാൻ വേണ്ടി ഓർപ്പിക്കാൻ വേണ്ടി ചേട്ടനെ വിളിക്കും. ഇന്ന സാരിയില്ല കപ്പി പൊടിയില്ല ഇല്ലെങ്കിൽ നിങ്ങൾ വിളിക്കത്തില്ല, അതുപോലെ വിളിക്കും. ഇന്ന സാരി വിളിച്ചു. അപ്പോൾ ചേട്ടൻ്റെ ആ നമ്പർ ബിസിയാണ്. ആ സെക്കൻഡിനെ കുറച്ച് ചേട്ടൻ തിരിച്ച് വിളിക്കും, എന്തായാലും വിളിച്ചത് അല്ല ഇന്ന സാരി ഇല്ലെന്ന് പറയാം. പിന്നെ ഞാൻ പഞ്ചായത്തിൽ നിന്ന് തന്നെ വിളിച്ചിരിക്കുന്നത് നീ വിളിക്കുമ്പോൾ നമ്മുടെ വീട് ശരിയായെന്ന് പറയും. ഇതിൻ്റെ സ്പീഡ് കണ്ട, ഇതാണ് സ്പീഡ് എന്ന് പറയുന്നത്. അവർ സാക്ഷ്യം പറയാൻ വേണ്ടി കുടുംബത്തിൽ കയറിക്കുമ്പോൾ മനോഹരമായ വീട്ടിൽ അമ്മ കൊടുത്ത വീട്ടിൽ നിന്നാണ് അവർ ഇറങ്ങി വന്നിരിക്കുന്നത്. നിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നീ ദൈവത്തോട് ചേർന്ന്
ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുക. ആ തീരുമാനം സത്യസന്ധമായ മാത്രം മതി. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. ചച്ചുപിളർന്നതാണേ നിനക്ക് തന്നതാണേ. ചച്ചുപിളർന്നതാണേ നിനക്ക് തന്നതാണേ. ഉടയെ പ്രിയനാണരുളങ്ങപ്പോ നിൻമുഖം കണ്ടതാണേ. നെഞ്ചിലത് നിവേദിച്ചതാണേ. ഉടയെ പ്രിയനാണരുളങ്ങപ്പോ നിൻമുഖം കണ്ടതാണേ. നെഞ്ചിലത് നിവേദിച്ചതാണേ. ചച്ചുപിളർന്നതാണേ നിനക്ക് തന്നതാണേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് ദൈവം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് ദൈവം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് ദൈവം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. പിതാവേ, മഹത്വം. ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ, ആരാധിച്ചിടാം താഴ്വരയിടാം. ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് ദൈവം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് ദൈവം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് ദൈവം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത